അപ്പോ റിലാക്സ് മസിൽ കമ്പനിക്ക് ഇപ്പോൾ ഓൾറെഡി 20 പ്രൊജക്ട് ഉണ്ട്. 20 പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ പ്രാണവായു എങ്ങനെ നൽകും, അതോടൊപ്പം തന്നെ ശുദ്ധമായ വെള്ളം നിങ്ങളെ കൊണ്ട് എങ്ങനെ കുടിപ്പിക്കും, നിങ്ങൾക്ക് ശുദ്ധമായ ഭക്ഷണം, എല്ലാ രീതിയിലും ഭക്ഷണം, അതായത് ശരീരത്തിലെ ബയോമാഗ്നറ്റിസം പെർഫെക്റ്റ് ആക്കുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതെല്ലാം ഭാഗത്തിലേക്ക് പോകുന്നോ ആ ഭാഗത്തെല്ലാം പെർഫെക്റ്റ് അലൈനാവും. നമ്മളെല്ലാം പണ്ട് ജീവിച്ചു നമ്മുടെ അപ്പന്മാരെല്ലാം പട്ടിണിയും പരിവട്ടമെല്ലാം ആയിരുന്നു അല്ലെ. എന്റെ അച്ഛാമ്മ അമ്മാമ്മ എല്ലാം പട്ടിണിയും പരിവട്ടം തന്നെയാണ്. പക്ഷേ 90 വയസ്സ് വരെയും ജീവിക്കുന്നു, കണ്ണട വെക്കണ്ട, മുടി നിരക്കുന്നില്ല. അപ്പോ അതെല്ലാം എങ്ങനെയാണെന്ന് ഞാൻ സയന്റിഫിക്കലി പഠിച്ചു. കാരണം അന്ന് കഴിച്ചത് 000 കെമിക്കൽ. അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ നിന്ന് എന്ത് കിട്ടുന്നു അത് നമുക്ക് ഈ ശരീരത്തിൽ കിട്ടും. അതായത് ഇത് മണ്ണാണ്. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് ആണെങ്കിലും ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസും മെഡിക്കൽ സെക്ടറും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസും ഫുഡ് ഇൻഡസ്ട്രീസും കോസ്മെറ്റിക്സും പിന്നെ ബുദ്ധിഹീനരായ ഇവിടുത്തെ ജുഡീഷ്യറി സിസ്റ്റവും ഗവൺമെന്റ് സിസ്റ്റവും കൂടി എല്ലാം കൂടി മിക്സ് ആയപ്പോൾ എല്ലാവർക്കും ക്യാൻസർ വന്നു തുടങ്ങി, സ്ട്രോക്ക് വന്നു തുടങ്ങി, ഹാർട്ട് അറ്റാക്ക് വന്നു തുടങ്ങി, ഈ പറയുന്ന ഒബ്സിറ്റി വന്നു തുടങ്ങി, പെണ്ണുങ്ങൾക്കെല്ലാം മീശ വളർന്നു, താടി വളർന്നു, PCOD, മെൻസ്ട്രൽ പ്രശ്നങ്ങൾ വരുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതായത് കുഞ്ഞുങ്ങളെല്ലാം പിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായി മാറി. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കണ്ണട വന്നു കഴിയുന്നു, കുഞ്ഞുങ്ങളുടെ പല്ലെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ കംപ്ലീറ്റ് അതായത് സമസ്ത പ്രപഞ്ചത്തിലെ എല്ലാവിധ കുഞ്ഞുങ്ങൾക്കും ആ ഒരു നാശത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഒരു ബിസിനസ്സുകാരനായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ എന്റെ 20 പ്രൊജക്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് റിലാക്സ് കോഴ്സ് എന്ന് പറയുന്ന ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തായാലും ജോലി ആർക്കും ഉണ്ടാവില്ല. ഓക്കെ, 100% ഉറപ്പുള്ള കാര്യമാണ്, 100%. അപ്പൊ ചെയ്യാൻ പോകുന്നത് സമസ്ത കാര്യങ്ങളിലുള്ള ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ്, അതായത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ആയിരിക്കും സമസ്ത പ്രപഞ്ചത്തിലേക്ക് ശുദ്ധമായ ഭക്ഷണം കയറ്റി വെക്കുന്ന ഒരു കൺട്രി. അതായത് നമ്മുടെ മണ്ണ് അങ്ങനത്തെ മണ്ണാണ്, നമ്മളെല്ലാം കർഷകരാണ്. ഓക്കെ, ഇന്നലെ എല്ലാം എന്നെ ഒരു കളിയാക്കി, നീ ഇപ്പൊ പഠിച്ചിട്ട് നീ കൃഷിക്ക് പോകണം, നീ വല്ല UP പോകൂടാ. ഓക്കെ, പക്ഷേ ഈ ഒരു കൃഷിക്കാരൻ ഭാവിയിൽ റോൾസ് റോയ്സ് ഓടിച്ചു വരുമ്പോൾ ഇതെല്ലാം മാറുന്നതാണ്. അപ്പോ ആ ഒരു രീതിയിൽ പിന്നെ ശുദ്ധമായ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമസ്ത കാര്യങ്ങൾ സ്ഥലത്ത് ശുദ്ധമായ മരങ്ങൾ ഞാൻ നടും. ഓക്കെ, അപ്പൊ ഈ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഫ്ലഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന ഒരു കൊതുക് മതി നമ്മുടെ ജീവിതം ഇല്ലാതൊക്കെ. അപ്പൊ അതെല്ലാം നീട്ടിക്കൊണ്ട് പോകുന്ന ഈ പറയുന്ന ഹോസ്പിറ്റലുകാരുടെ അക്കൗണ്ടിലേക്ക് പോകും, മെഡിക്കൽ ഇൻഷുറൻസുകാരുടെ അക്കൗണ്ടിലേക്ക് പോകും, പിന്നെ അവരുടെ കമ്മീഷൻ മേടിക്കുന്ന മന്ത്രിമാരുടെ ജഡ്ജിമാരുടെ അതിലേക്ക് പോകും. പക്ഷേ ഈ വിഡ്ഢികൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചെല്ലുക, ബാങ്കിൽ ചെല്ലുക, ഓക്കെ, പൈസ എല്ലാം 100 കോടി 500 കോടി കിടപ്പുണ്ടാവും, അതിന് കുറച്ച് പൈസ ചോദിക്കുക, ഉണ്ടാവില്ല. ഓക്കെ, ബാങ്കർസ് വഴി അവർ ആ ഒരു പണം ഇറേസ് ചെയ്ത് കഴിഞ്ഞു. കാരണം 1 man ഗവൺമെന്റിൽ ഒറ്റ കറൻസി പോലും പാടില്ല, എല്ലാം ഡിജിറ്റൽ ചെയ്യണം. ഇതെല്ലാം അവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമുക്ക് തിരിച്ചറിയില്ല. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ പണം ക്രിയേഷൻ അല്ല എന്റെ ലക്ഷ്യം. എന്റെ ക്രിയേഷൻ ബെറ്റർ ഫ്യൂച്ചർ. എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കണം. അതായത് ഓക്കെ, അവൻ പെർഫെക്റ്റിലാണ് ജീവിക്കുന്നത്. അതോടൊപ്പം എന്റെ കുഞ്ഞിടുന്ന സ്നഗ്ഗി. ഓക്കെ, ഇതാണ് അവസ്ഥ. അതായത് നമുക്ക് 72,000 ഞാഡീവ്യൂഹങ്ങൾ ഈ ശരീരത്തിലുണ്ട്. അപ്പൊ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ വലിച്ചു കയറ്റുന്ന ഒരു സ്നഗ്ഗിയാണ്. ഓക്കെ, അപ്പൊ അവിടെ എല്ലാം സ്റ്റക്ക് വരും. കാരണം ഇതെല്ലാം ബിസിനസ് എന്നുള്ള രീതിയായി. അതായത് ഹ്യൂമാനിറ്റി മാറ്റിയിട്ട് പണം സമ്പാദിക്കണം. അപ്പൊ അതൊന്നും ഇനി വേണ്ട. അതായത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേണം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ലൈഫ് വേണം. ഒരു 100,000 ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞാലും ബെറ്റർ ലൈഫ് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അത് ഞാൻ ചെയ്യും.